നമസ്കാരം. പഞ്ചാബിലെ ഖാദർ സാഹിബ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദി അമൃത്പാൽ സിംഗിന് ചിഹ്നമായി മൈക്ക് അനുവദിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ ആകെ 328 സ്ഥാനാർത്ഥികളിൽ 169 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണുള്ളത്. അമൃത്പാൽ സിംഗും സ്വതന്ത്രനായി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത്. വാരിസ് പഞ്ചാബ് സംഘടനയുടെ തലവനായ അമൃത്പാൽ സിംഗ് നിലവിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അസമിലെ ദിബ്രുഗഡ് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. അതിനോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട്. ഫരീദ്കോട്ട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുന്ന സർബ്ജിത് സിംഗ് ഖൽസയ്ക്ക് ഗന്ന കിസാൻ അഥവാ കരിമ്പ് കർഷകൻ എന്ന ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. ഈ ഖൽസ ആരാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഘാതകരിൽ ഒരാളായ ബിയാൻ സിംഗിന്റെ മകനാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഈ ഖൽസ എന്ന് പറയുന്നത്. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 1-ാം തീയതിയാണ് നടക്കുന്നത്. ശിരോമണി അകാലിദളുമായി സഖ്യത്തിൽ മത്സരിച്ച BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 4 സീറ്റുകളായിരുന്നു. ഇത്തവണ ആ സഖ്യമില്ല. BJP ഒറ്റയ്ക്കാണ് പഞ്ചാബിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അവസാന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രചരണത്തിന് എത്തുമെന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രചരണത്തിൽ വലിയ തോതിൽ തന്നെ കെജ്രിവാളിന്റെ ഒരു സാന്നിധ്യം പഞ്ചാബിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊന്നും വോട്ടായി മാറില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം മദ്യ നയ കേസിലെ അഴിമതി മുതൽ ഏറ്റവും ഒടുവിലായി സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വരെ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ നില പരിങ്ങലിലാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.